ഈ കുഞ്ഞിന് ഒരു ഡ്രസ്സെങ്കിലും എടുത്ത് കൊടുക്കുന്നത് എന്നെക്കൊണ്ട് പറ്റത്തില്ല. എനിക്ക് അറ്റാക്ക് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വഴിയാണ്. ഇവന് മാനസികമായിട്ട് എനിക്ക് അറ്റാക്ക് വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. അപ്പോൾ മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് എനിക്കുണ്ട്. സാർ, വീഡിയോ ഞാനും കണ്ടിരുന്നു. അതെ 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 എനിക്കെന്താ പറയുക, എനിക്കും അതേ ഒരു സംശയം തോന്നാറില്ല. ചിലപ്പോൾ എന്താ വെച്ചാൽ പുള്ളി ഒരുപാട് പ്രായമായിട്ടുള്ളൊരു വ്യക്തിയല്ലേ. അതെ 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 ചിലപ്പോൾ പറഞ്ഞപ്പോൾ മാറിപ്പോയതായിരിക്കാം. അതെ, കാരണം പുള്ളി ഇന്നലെ പറഞ്ഞതല്ലല്ലോ ഇന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ശരി സാറേ, ശരി ശരി, താങ്ക് യു. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. നോക്കൂ, ഞാനേ കുറച്ച് തിരക്കായി പോയി. ആദ്യം നിങ്ങളൊരു ഫസ്റ്റ് ക്ലിപ്പ് കണ്ടില്ലേ, ഞാൻ അത് റിലേറ്റഡ് ആയിട്ട് ഒരു ഡോക്ടറോട് സംസാരിക്കുകയായിരുന്നു. കാരണം എന്താ പറയുക, ആളെ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ മനസ്സിലായോ? മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ഞാൻ പിന്നെയും വളരെ സൂക്ഷിച്ച് നോക്കിയ സമയത്തേ പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ രേണുസുതിയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെയാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, ഇയാളല്ലേ ഇന്നലെ നമ്മുടെ മറ്റേ ചാനലിൽ വന്നിട്ട് കൊച്ചിനെ ആര് നോക്കും, അമ്മയെ ആര് നോക്കും, വീട് ഞങ്ങൾ ഇറക്കും, ഇറങ്ങിപ്പോവും, കോട്ടയം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ ഇന്നലെ വന്നിട്ട് അല്ലേ ഭയങ്കര ഷോ നടത്തിയിരുന്നു. നമ്മളതിനെക്കുറിച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അല്ലേ. അതേ വ്യക്തി ഇന്ന് എന്താണ് ആ ചേതവികാരം എന്ന് മനസ്സിലാവുന്നില്ല. പുള്ളി ഷർട്ട് തൊടാടെ വന്നിരുന്നിട്ട് പഞ്ചപാവായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത രീതിയിൽ ഓന്ത് മാറും ഇങ്ങനെ യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ പുള്ളി പറയുന്ന സമയത്ത് എനിക്കെന്നെ തോന്നിപ്പോയി, ഭഗവാനെ ഈ പിഞ്ചു എന്താ പറയുക, ഈ പാവത്തിനെയാണോ നമ്മൾ ഇത്രയധികം സംശയിച്ച് തോന്നിപ്പോയി. പക്ഷേ ഇയാൾ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് അതിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. പുള്ളി ഫസ്റ്റ് ക്ലിപ്പിൽ എന്തോ പിന്നെ ഹാർട്ട് സർജറി കഴിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? ഞാൻ കേട്ടോടത്ത് തെറ്റിയൊന്നും അറിയില്ല. ആദ്യത്തെ ക്ലിപ്പിൽ അങ്ങനെ പറഞ്ഞു കേട്ടു, ഹാർട്ടിന് അസുഖമുള്ള ആളാണ്, ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ് അല്ലേ. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ കീറിയിട്ട് ഇല്ലേ ഉള്ള അങ്ങനെയല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഓട്ടം ഉണ്ടാക്കിയിട്ട് കീ ഹോള്, അതല്ലേ സംഭവം? എനിക്കറിയില്ല. ഞാൻ നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കാണാം കേട്ടോ. എനിക്ക് ചെറിയൊരു സംശയം ഉള്ളതുകൊണ്ട് നമുക്കൊന്നുകൂടി കാണാം അല്ലേ. ഈ കുഞ്ഞിന് ഒരു ഡ്രസ്സെങ്കിലും എടുത്ത് കൊടുക്കുന്നത് എന്നെക്കൊണ്ട് പറ്റത്തില്ല. എനിക്ക് അറ്റാക്ക് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വഴിയാണ്. ഇവന് മാനസികമായിട്ട് എനിക്ക് അറ്റാക്ക് വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. അപ്പോൾ മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അതെ അല്ല, സത്യമല്ലേ, ഓപ്പറേഷൻ തന്നെയല്ലേ പറഞ്ഞത് അല്ലേ? അക്ഷരം മാറിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ. പക്ഷേ ഞാൻ നോക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലേ. ചേട്ടാ, ഈ 56 ഇഞ്ച് ചെസ്റ്റിൽ എവിടെയാണോ സർജറി നടത്തിയത്? എൻ്റെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. നമ്മൾ ഈ പോളിടെക്നിക്കിലൊന്നും പഠിക്കാത്തതുകൊണ്ട് ഹാർട്ട് സർജറിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. സ്വാഭാവികമായിട്ട് ഒരാൾ ഹാർട്ട് സർജറി കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലേ, അത് തുന്നിയതല്ലേ. ഇനിയിപ്പോൾ വേറെ വല്ല മായോ മന്ത്രം മറ്റേ ദിവ്യഗർഭം എന്നൊക്കെ പറഞ്ഞാൽ, ദിവ്യഗർഭം അല്ല ദിവ്യഗർഭം എന്നൊക്കെ പറഞ്ഞ പോലെ ദിവ്യ സർജറി എന്തെങ്കിലും ഉണ്ടായിരിക്കും അല്ലേ? അറിയാത്തതുകൊണ്ട് ചോദിക്കുക. അതല്ലെങ്കിൽ ഹാർട്ട് സർജറി പുറകെ കൂടി ചെയ്യുക. എൻ്റെ ഒരു പരിമിതമായ ഒരു അറിവ് വെച്ചിട്ടും പിന്നെ നമ്മൾ ചില ആൾക്കാരോട്, ചില ഡോക്ടേഴ്സിനോട്, സർജൻസിനോടൊക്കെ, പ്രത്യേകിച്ച് കാർഡിയാക് സർജൻസിനോടൊക്കെ ചോദിച്ച സമയത്ത് പുള്ളിയുടെ ഈ ഒരു ചെസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിലൊരു സർജറി ചെയ്ത പോലെ തോന്നുന്നില്ല. പിന്നെ നമ്മുടെ മറ്റേ പാടുണ്ടല്ലോ, ആ പാട് എന്തോ ഫാന് തട്ടി വീണതാണോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് തോന്നുന്നത്. പിന്നെ എന്താണെന്നറിയോ, ഇതിൽ വലിയൊരു അതിശയപ്പെടേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾ. കാരണം എന്താണെന്നറിയോ, പുള്ളി ഇന്നലെ ഉണ്ടായിട്ടുള്ള അതേ ആ ഒരു അവതാരമായിട്ടല്ല അന്ന് വന്നിരിക്കുന്നത്. ഇന്നലെ പുള്ളി ആകെ രൗദ്രഭാവത്തിലായിരുന്നു, കലി തുള്ളിയിട്ടേ. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, മറുനാടനെ കണ്ടപ്പോൾ, സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നു എന്ന് പറഞ്ഞ പോലെ പുള്ളി ഇന്ന് എന്തോ ഒരു പുതിയ മനുഷ്യനായിട്ട്, സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായിട്ട്, ഫിറോസിനെ സാറേ, ഇന്നലെ വേറെ എന്തോ അക്ഷരമായിരുന്നു മനസ്സിലുണ്ടായത് തോന്നുന്നുണ്ട്, സാറേ എന്നൊക്കെ വിളിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമായിട്ട് വരുന്നൊരു വ്യക്തിയായിട്ടാണ് ഇന്ന് ഇദ്ദേഹത്തെ ഫീൽ ചെയ്തുള്ളത്. എന്തായാലും വൈകിയാണെങ്കിലും, വൈകിയെന്ന് ഉദ്ദേശിച്ചൊരു 12 മണിക്കൂർ 24 മണിക്കൂർ ഗ്യാപ്പിലാണെങ്കിലും ഇനിയിപ്പോൾ ഓന്തിനെ സ്മരിക്കുമെങ്കിലും തങ്കച്ചൻ ചേട്ടന് നല്ല ബുദ്ധി തോന്നിയിട്ടുള്ള ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ ഉള്ളടക്കം ഫസ്റ്റ് സംഗതി പറയാം. നോക്കൂ, ഇയാൾ പറഞ്ഞത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കേട്ടല്ലോ, പുള്ളിയുടെ ഹാർട്ട് സർജറി കഴിഞ്ഞതാണ്. എൻ്റെ ഒരു നിഗമന പ്രകാരം, കാരണം നമ്മൾ പിന്നെ PG ഒക്കെ കഴിഞ്ഞ് MD ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളായതുകൊണ്ട് അല്ല, എൻ്റെ വ്യൂവേഴ്സായിട്ട് നിങ്ങൾ പലരും മെഡിക്കൽ ഫീൽഡിൽ ഉള്ളവരുണ്ടായിരിക്കും അല്ലേ. നിങ്ങളൊരു അഭിപ്രായം പറയൂ. ഇയാളുടെ ചെസ്റ്റ് കണ്ടിട്ട് സർജറി കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ടോ? പുള്ളി എന്തിനായിരിക്കും ഈ സർജറി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പുള്ളി എന്തിനായിരിക്കും ഈ സർജറി എന്ന് പറയുന്നത്? രേണുസുതിയുടെ അച്ഛനായതുകൊണ്ടാണ്. കാരണം രേണു ഇതേമാതിരി പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നുണ്ടല്ലോ അല്ലേ. രേണുസുതിയുടെ അച്ഛനായതുകൊണ്ടാണോ അതോ ഇയാളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നിട്ട് കാര്യം കൊണ്ടാണോ മകളങ്ങനെ പറയുന്നത് അല്ലേ? കാരണം എനിക്ക് നോക്കിയ സമയത്തും പിന്നെ ഞാൻ ഈ ഒരു ഫോട്ടോ നമ്മുടെ ഒരു ഫ്രണ്ട് സർജനെ അയച്ചു കൊടുത്തു, ഹാർട്ട് സർജൻ പുള്ളിക്ക്. അപ്പോൾ ആൾ പറഞ്ഞു ഇത് കണ്ടിട്ട് ഒരു സർജറി കഴിഞ്ഞ പോലെ തോന്നുന്നില്ല, കാരണം ഫോട്ടോന്ന് അത്രയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അയച്ചു കൊടുത്ത ഫോട്ടോൻ്റെ വിഷയമാണോന്ന് അറിയില്ല. പക്ഷേ ഫോട്ടോ നോക്കിയ സമയത്ത് പുള്ളിയും പറഞ്ഞു സംശയമാണ്, സർജറി ആണോന്ന് സർജറി കഴിഞ്ഞു എന്ന് തോന്നുന്നില്ല.
പിന്നെ എന്താ വെച്ചാൽ ഇവിടെ കണ്ടിട്ടുള്ള ആ സ്കാറ്, അപ്പോൾ ഞാൻ പറഞ്ഞത് ഫാന് പൊട്ടി വീണിരുന്നു. നമ്മുടെ ജിപ്സം സീലിങ്ങിൻ്റെ മുകളിൽ അടിച്ചിട്ടുള്ള ഫാന്, കറങ്ങുന്ന ഫാനാണോ കറങ്ങാത്ത ഫാനാണോ എന്നറിയില്ല, ഫാന് പൊട്ടി വീണിട്ട് മുറിഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഒരു സ്കാർ പോലെ തോന്നുന്നുണ്ട്, അതെന്തെങ്കിലും സ്കാർ ആവാനേ ചാൻസ് ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ദിവ്യ സർജറി, ദിവ്യ ഗർഭം എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ ദിവ്യ സർജറി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയില്ല. നമ്മൾ ഈ ഒരു കുറച്ച് പഴഞ്ചനായി, കാരണം പുതിയ ടെക്നോളജിയും കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും മറുനാടനിൽ ഇന്ന് നമ്മുടെ തങ്കച്ചൻ ചേട്ടൻ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ എത്ര പേര് കണ്ടു എന്നറിയില്ല. ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേരോട് സംസാരിച്ചു. അപ്പോൾ പല ആൾക്കാരും എന്നോട് പറഞ്ഞെന്തറിയോ, ബ്രോ ഇവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഉള്ള പോലെ തോന്നുന്നു ബ്രോ. കാരണം ആ ഒരു രീതിയിലാണ് ഇദ്ദേഹം ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ആളല്ല ഇന്നലെ കണ്ടത്. അവിടെ കണ്ടു, ഇവിടെ കണ്ടു, വേറെ ആൾക്കാർ കുമ്പിടി കംപ്ലീറ്റ് കുമ്പിടി കട്ടിലാണ്. ഫിറോസ് സാറേ, ഞാൻ ഇപ്പോഴും കൂടി ഞാൻ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇന്നലെ ചോദിച്ചത് എന്താ, കൊച്ചിൻ്റെ കാര്യം ആര് നോക്കും, കൊച്ചിൻ്റെ കാര്യം നോക്കും. ഇന്ന് രാവിലെ ഞാൻ നോക്കുന്ന സമയത്ത് ദയാ അച്ചുവിൻ്റെ ആണ് കേട്ടോ ആ വീഡിയോ കണ്ടിട്ടുള്ളത്. ദയാച്ചു ചോദിക്കുന്നുണ്ട്, ദയാച്ചു ഇത് കറക്റ്റായിട്ട് കണക്കാക്കി നിൽക്കുകയാണല്ലോ. ദയാച്ചുവിൻ്റെ ഒരു വീഡിയോയിൽ ദയാച്ചു ചോദിക്കുന്നുണ്ട്, പേരട്ട് കളവാ, കൊച്ചിനെ നോക്കേണ്ടത് കൊച്ചിൻ്റെ തള്ളയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് പണ്ട് കൊല്ലം സുധിയുടെ ഒരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. കൊല്ലം സുധിയുടെ ആ ക്ലിപ്പിൽ കൊല്ലം സുധി പറയുന്നുണ്ട്, അതായത് അയാൾ മിമിക്രി ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിയെ സൈഡിൽ കിടത്ത്. ഞാൻ ജസ്റ്റ് ആ ദയാച്ചുവിൻ്റെ ചെറിയൊരു പോർഷൻ ഇവിടെ പ്ലേ ചെയ്യാം കേട്ടോ. ആര് സംരക്ഷിക്കും? ഇവരാരും കൊണ്ട് ഞങ്ങൾ ഏൽപ്പിക്കുന്നില്ല. നിങ്ങൾ സംരക്ഷിക്കാം. ആരാ സംരക്ഷിക്കണ്ടേ? എൻ്റെ അമ്മ സംരക്ഷിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്ന രേണുവിൻ്റെ ഹസ്ബൻഡ് സുധി, അവർ ഒരു വീഡിയോ പണ്ട് ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. എന്തെന്നറിയോ, സ്വന്തം മകനെ തൊട്ടിലിൽ കിടത്തിയിട്ട് ഷോയിൽ മറ്റുള്ളവർ ചിരിപ്പിച്ച കഥ. ആ വീഡിയോ നിങ്ങൾക്ക് പരട്ടക്കിളവ നിങ്ങൾക്കുള്ളതാണ് ആ വീഡിയോ, 1 മിനിറ്റ്. അപ്പം ഒരാണായ ഒരാൾ ഒരു കൊച്ചിനെ നോക്കി വളർത്തി, പെണ്ണായ നിങ്ങളുടെ മകൾക്ക് ഒരു കൊച്ചിനെ വളർത്താൻ പറ്റത്തില്ലേ? ഇപ്പൊ കാണിച്ചു തരാടാ പരട്ടക്കളവ. ഉറക്കിയിട്ട് ഞാൻ സ്റ്റേജിൽ സ്കിറ്റ് കളിച്ചിട്ടുണ്ട്. ആ സ്കിറ്റ് കളിക്കുമ്പോഴേ എനിക്ക് പേടിയാ, കുഞ്ഞെണ്ണീക്കുന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടായിട്ടും ജനങ്ങളെ ചിരിപ്പിക്കായിരുന്നു. ആരുമായിട്ടും പിണങ്ങിയിട്ടില്ല, എൻ്റെ കൂടുതലുള്ള എല്ലാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ കണ്ടല്ലോ, അന്ന് സുധി പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അതുപോലെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയിട്ട് കുട്ടീനെ അവിടെ ഓടി നടത്തണമെന്നൊന്നും പറയില്ല, കുട്ടികളുടെ സേഫ്റ്റിയൊക്കെ ആവശ്യമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഇവരൊക്കെ പറയുന്ന പോലെ, എനിക്ക് ആരൊക്കെ പറയുന്നത് ഞാൻ പറയുന്നില്ല, ഇവരിവിടുന്ന് അടിച്ചിറക്കണം എന്നൊന്നും ആരും പറയുന്നില്ല. അച്ഛനും അമ്മയും നിന്നോട്ടെ, നിൽക്കണ്ട എന്നല്ല പറയുന്നത്. ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷെ എന്നാലും ഈ കിച്ചു എന്ന് പറഞ്ഞ മൂത്ത മകന്, അനാഥനായിട്ടുള്ള ആ കുട്ടിക്ക് ആരുമില്ലല്ലോ, അതിന് ആ വീട്ടിൽ ഒരു അന്യൻ്റെ പോലെയാണെന്നുള്ളത് അവൻ തന്നെ അവൻ്റെ വീഡിയോയിലൂടെ കാട്ടി തന്നിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇതാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഈ ചർച്ച നേരെ ചോർച്ചയിലേക്ക് പോയി. പിന്നെ ഇപ്പോൾ കോട്ടയത്ത് ചോർച്ച എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അറിയില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതായത് ആ നമ്മുടെ രേണുകുഞ്ഞിന് ചോർച്ചയുടെ അർത്ഥം അറിയില്ല. ചോർച്ചയ്ക്ക് വെള്ളം അടിക്കുന്നതിന് ചോർച്ച, ഇതല്ല മറ്റേ മഴയുടെ വെള്ളം അടിക്കുന്നതിന് ചോർച്ച എന്നൊക്കെയാണ് ആ കുട്ടി പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, എന്തായാലും ആ ഒരു വിഷയമാണ് നമ്മൾ കാര്യമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇനി ഇയാളിന്ന് മറുനാടനിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് പറയാം. ഈ ഒരു വിഷയം എടുക്കാനുള്ള കാരണം എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ്സ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഒരുപാട് പേര് കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ. മറ്റേ ചാനൽ ഗോപ്രോ റിയാക്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഇതുപോലുള്ള മറ്റുള്ള ഇഷ്യൂസിലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാമെന്ന് നിങ്ങളോട് പ്രോമിസ് ചെയ്തിരുന്നു. ക്ഷമിക്കണം, സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മളത് ചെയ്യാതിരുന്നത്. കാരണം എന്താ വെച്ചാൽ അത് പിന്നെ സമയം കിട്ടുന്നില്ല. അപ്പോഴേക്ക് ഈ ഒരു ടോപ്പിക്ക് വന്നു ചാടി. കാരണം ഇതിനാണ് വ്യൂവേഴ്സിൽ, അതായത് ഇതിനാണ് കൂടുതൽ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂ ആണ് ഒരുപാട് പേര് എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത്. ഒരുപാട് ബിഗ് താങ്ക്സ് ഉണ്ടോ ഷെയർ ചെയ്തിരുന്നവർക്ക്. ഞാനും അതാണ് ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾക്ക് നമ്മൾ പറയുന്നത് കേൾക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ബാക്കി ഇൻ്റർവ്യൂവിലേക്ക് പോവാം. എന്നും പറയുന്ന പോലെ തന്നെ ദയവ് ചെയ്ത് നിങ്ങളുടെ കണ്ടിന്യൂസ് സപ്പോർട്ട് ഇനിയും വേണം. പറ്റുമെങ്കിൽ വീഡിയോക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനിയും പവറിൽ വരും. അപ്പോൾ ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി പവർ കൂടും. നോക്കാം. ഇത് ഇതിൻ്റെ KCDCയുടെ ചെയർമാനായിരിക്കുന്ന ആളെ വീട് വെച്ച് തന്നാൾ ഫിറോസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ ഞാൻ സാറെന്നല്ലാതെ അഭിസംബോധന ചെയ്തില്ല അന്ന് കഴിഞ്ഞ ദിവസം വരെ. ഇപ്പോഴും കഴിഞ്ഞ ദിവസം വരെ സാറ് എന്നല്ലാതെ അഭിസംബോധന ചെയ്ത് സാറ് എന്ന് തന്നെയല്ലേ പറഞ്ഞത്. അക്ഷരം മാറിയിട്ടൊന്നുമില്ലല്ലോ. കാരണം ഇന്നലെ അവിടെ കിടന്നിട്ടേ, ഇന്നലെ ഇയാൾ കിടന്ന് കലിതുള്ളിയത് കണ്ടിട്ടുണ്ടോ? ഓന്തേ നിൻ്റെ മാർക്കറ്റ് പോയി. എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട്. അതുപോലെ ഈ നാട്ടുകാരെല്ലാം പൈസ മുടക്കി കെട്ടണം പിള്ളേർക്ക് വെച്ച് കൊടുത്തതിന് നമുക്ക് വളരെ അവരോട് ബഹുമാനവും സന്തോഷവും. കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സംഘം.
ഇങ്ങനെ അല്ലല്ലോ ഇന്നലെ പറഞ്ഞത്. പോട്ടെ, പാവം വയസ്സായില്ലേ, ചിലപ്പോൾ അങ്ങനെയൊക്കെ വരുമായിരിക്കാം അല്ലേ. ഉള്ള ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഒരു ഹാർട്ട് സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളല്ലേ, പോട്ടെ. പിന്നെ ഇതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വരാൻ കാര്യം എന്നാണെന്ന് പറഞ്ഞാൽ, രേണുവിനോട് ഒരാൾ ചോദിച്ച് ചോരുന്നുണ്ടോയെന്ന്, വീട് ചോരുന്നുണ്ട്, ഇതുപോലെ നിങ്ങളെപ്പോലെ ഒരു വീഡിയോ കഴിച്ച് ചോദിച്ചു. അതെ, സത്യം. രേണുവിനോട് രേണു വെറുതെ ഇങ്ങനെ ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിൽ റേണു റോട്ടിലൂടെ അങ്ങനെ പോയിരിക്കുന്ന സമയത്ത് ഒരാൾ പെട്ടെന്ന് മൈക്ക് എടുത്തിട്ട് വന്നിട്ട്, രേണു വീട് ചോരുന്നുണ്ടോ രേണു, അത്രേ ഉള്ളൂ. നമ്മളൊക്കെ, ഞാനൊക്കെ റോട്ടിൽ കൂടി നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ചോദിക്കും വീട് ചോരുന്നുണ്ടോ, ചളിയുണ്ടോ വീട്ടിൻ്റെ മുന്നിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിക്കും. അല്ല, നമ്മൾ പിന്നെ സാധാരണക്കാരാണല്ലോ, സെലിബ്രിറ്റീസിനോടാകുമ്പോൾ എന്തായാലും സ്പെഷ്യലി ചോദിക്കുന്നതായിരിക്കും. അങ്ങനെ രേണു വെറുതെ റോട്ടിലൂടെ നടന്നു പോയ സമയത്ത് ആരോ ചോദിച്ചു, രേണു വീട് ചോരുന്നുണ്ടോ, നിൽക്കൂ എൻ്റെ വീട് ചോരുന്നുണ്ട്. മനസ്സിലായില്ലേ? അവർക്ക് ഇതിന് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ അറിയത്തില്ല. അപ്പോൾ അവൾ പറഞ്ഞു ഉണ്ടെന്നില്ല, ചോരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിന് തെറ്റിദ്ധാരണ, ഇദ്ദേഹം അത് കണ്ടോണ്ടേ ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വീഡിയോ ചെയ്തു. രേണു സുധി പറഞ്ഞത് 200% കള്ളമാണ്, അവിടെ ചോരുന്നില്ല ഒന്നും. എന്തായാലും ഒരു മനുഷ്യൻ എന്ത് ചിന്തിക്കണം, ഒരു ചോരാത്തോ അല്ല നനയെന്നുള്ള വാക്ക് വ്യത്യാസം വന്നാൽ അതിൻ്റെ അകത്ത്. അപ്പോൾ അത് അതെ, ചെറിയ കുട്ടിയാണല്ലോ, കുഞ്ഞു കുട്ടികളൊക്കെ തെറ്റില്ലേ. 5-5.5 വയസ്സുള്ള രേണു സുധിയായ കുട്ടിക്ക് ചോർച്ചയുടെ വ്യത്യാസം മനസ്സിലാക്കാനുള്ള നിങ്ങൾ ഈ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, എനിക്ക് ഈ സമയത്ത് എനിക്ക് ചില കാര്യങ്ങളിൽ ഭയങ്കര ദേഷ്യം വരും. കാരണം എന്താ അറിയോ, ഈ ചെറിയൊരു വാക്ക് തെറ്റിച്ച് പറയാൻ സമ്മതിക്കില്ലെങ്കിലോ, അതുപോലെ ചില അലവലാതി കൂതറ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഈ ചെറിയ വാക്കിലൊക്കെ കയറി പിടിച്ചാലോ, അവർ ചോര എന്ന് ഉദ്ദേശിച്ചത് വെള്ളം അടിക്കുക. ആ കുട്ടിക്ക് അറിയില്ല, കുട്ടിക്ക് മലയാളം അറിയില്ല. പപ്പ ആൻഡ് ഡോട്ടർ എഡ്യൂക്കേറ്റഡ് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് തമിഴ്നാട്. നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളൊരാളെ കളിയാക്കുന്നതിന് മുന്നേ അയാൾക്ക് അയാളുടെ ആ എഡ്യൂക്കേഷനും കാര്യങ്ങളും അയാളുടെ ആ ലാംഗ്വേജിലുള്ള പ്രാവീണ്യം എന്താ പറയുക, അത് മനസ്സിലാക്കണ്ടേ. ആ വാക്ക് തെറ്റിപ്പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പുള്ളി അതിനോടനുബന്ധിച്ച് പിന്നെ പറഞ്ഞു, കൊല്ലംകാരാണ് ഇവിടെ താമസിക്കേണ്ടത്, കൊല്ലംകാരാണ് താമസിക്കേണ്ടത്. വെരി ബാഡ്. മലയാളികൾ നമ്മളെല്ലാവരും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, മനസ്സിലായില്ലേ? നമ്മൾ മലയാളികൾക്ക് എന്നും ഒരു ഐക്യമുണ്ട്. അപ്പം നിങ്ങൾ ഫിറോസ്, നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണ് ദേവസേന ഫിറോസ്. കാരണം എന്താ വെച്ചാൽ, ഒരു കാരണവശാലും ഒരു ജില്ലക്കാർക്ക് മാത്രമായിട്ട് എങ്ങനെ രേണുവിൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റും? കൊല്ലംകാരാണ് താമസിക്കുന്നത് എന്താ പറയാൻ പറ്റില്ല? എന്തിനാ അങ്ങനെ പറയുന്നത്? കൊല്ലംകാരെ അവിടെ താമസിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പാടും. എന്താ കോട്ടയത്തുകാർക്ക് പറ്റില്ലേ? മലപ്പുറംകാർക്ക് ഇവിടെ ചോദിക്കാൻ ആരുമില്ലേ? അങ്ങനെ ഒരു ജില്ലേനെ മാത്രം എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ അത് അൺപാർലമെൻ്ററി ആയിട്ടുള്ള സംഭവമാണ്. മിസ്റ്റർ ഫിറോസ്, നിങ്ങളിതിന് ഉത്തരം പറയേണ്ടി വരും. പരമോന്നത നീതിപീഠത്തിൻ്റെ മുന്നിലടക്കം നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. കൊല്ലംകാരോ ആരാ താമസിക്കുന്നത്? ഇതേ ഓർത്തെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ട് ഓർത്തത്, അത് രേണുവിൻ്റെ വീട്ടുകാരെവിടെ താമസിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്കിതേ അവരോടും ഈ ലോകരോടും നിങ്ങളോടും പറയാനുള്ളത്, ഇതാണ് രേണു ഒരു സുധിയുടെ ഇളയ മകൻ. 5.5 വയസ്സ് കഴിഞ്ഞതുള്ളൂ. അവനെ 1ാം ക്ലാസ് കൊണ്ട് ഇവിടെ ചേർക്കുകയും ഇതുവരെ രേണു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ചെറിയ ആൽബങ്ങളും പാട്ടിൻ്റെ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വരുമാനം അല്ലാതെ ഞങ്ങൾക്ക് വേറെ വരുമാനം ഇല്ല. ഈ കുഞ്ഞിന് ഒരു ഡ്രസ്സെങ്കിലും എടുത്ത് കൊടുക്കുന്നത് എന്നെക്കൊണ്ട് പറ്റത്തില്ല. എനിക്ക് അറ്റാക്ക് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വഴിയാണ്. ഇവന് ഓപ്പറേഷൻ കഴിയാൻ വയ്യ ഒരു മിനിറ്റ് എടുത്ത് കൊടുക്കുന്നത് എന്നെക്കൊണ്ട് പറ്റത്തില്ല. എനിക്ക് അറ്റാക്ക് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വഴിയാണ്. ഇവന് അവളല്ലാതെ ആരും ഒന്നും ചെയ്യാനില്ല എന്നതില്ല. ആരും നമ്മളതിന് ഇതുവരെ അങ്ങനെ ഇവനെ നോക്കണം. അവളൊരു ജോലിക്ക് പോയിട്ട് വരുന്ന, അത് ജോലി ആയിക്കോട്ടെ, ഡാൻസാലും എന്തായാലും ജോലിയായിട്ട് അവൾ പോകും. അത് പോയിട്ട് അവൾ വന്നെങ്കിലേ വരുമാനമുള്ളൂ. ഇവനെ നിങ്ങൾ കണ്ടോ, നിങ്ങൾ കാണണം, നിങ്ങൾ ഇവനെ നോക്കണം. ഇവൻ ഞങ്ങളുടെ പുറകുന്ന് ഇവൻ മാറത്തില്ല. കാരണം കുഞ്ഞിലോട്ട് സുധി ഉള്ളപ്പോഴും ഞങ്ങൾ അവരെ എടുത്തുകൊണ്ടാണ് നടന്ന ആ ഒരു വല്യപ്പനും വല്യമ്മയെന്നുള്ളത്. ഞങ്ങൾക്ക് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഇവനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. രേണു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആരും, അല്ലെങ്കിൽ ആ മൂത്ത ചേട്ടൻ കാണണം. ഇവൻ്റെ ചേട്ടൻ പിന്നെ നമ്മുടെ കിച്ചു ഇവിടെ ഉണ്ടെങ്കിൽ അവൻ കുടുംബമായിട്ട് താമസിക്കുകയാണ്. ഇവനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഇവിടെ നിൽക്കത്തില്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തൊരു മനുഷ്യനല്ലേ ഇയാളാണോ? നീയാണോ ശംഖു? നിങ്ങളാണോ ഇന്നലെ? സത്യം എൻ്റെ പൊന്നണ്ണ, അഭിനയ സിംഗമേ,
ഒരു രക്ഷയില്ല കേട്ടോ, നമിച്ചു. 2 മിനിറ്റ് അല്ല 2 സെക്കൻഡ് സൈലൻസ് ഫോർ ദി ഇത്രയും നല്ല രീതിയിൽ മാറി അഭിനയം കാഴ്ചകൊണ്ടിരിക്കുന്ന തങ്കച്ചൻ ചേട്ടന് വേണ്ടിയിട്ട് ഒരു 2 സെക്കൻഡ് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് രണ്ടുപേരും അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം. അവർ രണ്ടുപേർക്കുള്ള വീട്, അല്ല രേണുവിൻ്റെ പേർക്കും വീടുമില്ല, ഒന്നുമില്ല. ഒറ്റയ്ക്കായതുകൊണ്ടാണ് നിങ്ങളിവിടെ നിൽക്കുന്നത്. അതാ പറഞ്ഞു കുഞ്ഞിനെ, ഞാൻ ഇന്നാളെ വീഡിയോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയ വീഡിയോ പറഞ്ഞു, ഈ കുഞ്ഞിനെ ആരെങ്കിലും പിന്നെ ഏറ്റെടുക്കട്ടെ എന്ന് വെച്ചാൽ അവൻ പറയണം ഞാൻ പോയി എൻ്റെ വരെ കൂടുന്നത്. അങ്ങനെ അവനെ സംരക്ഷിക്കാൻ കഴിവുള്ള ആരെങ്കിലും വന്ന് ആ സെക്കൻഡ് ഞങ്ങൾ അവിടെ വീട്ടിൽ പോകും. നിങ്ങൾ നോക്കുമോ, നിങ്ങളിത് കാണുക എന്നൊക്കെ പറഞ്ഞിരുന്നല്ലേ, അത് നിങ്ങളിത് നോക്കുമോ എന്നൊക്കെ വെച്ചിട്ട് ഭയങ്കര അലറി പൊളിച്ചിട്ടുള്ള പെർഫോമൻസ്. ഞങ്ങൾക്ക് അതിൻ്റെ ഒരു വീട് ദൈവം തരുമ്പോൾ തരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ എവിടെയെങ്കിലും നടന്നോളാം. പക്ഷേ ഇവനെയും രേണുവിനെയും ഞങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുമോ? അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു ദുരിതം, എന്നാ ദുരിതം ഇന്നത്തെ കാലത്തല്ലേ ഈ വീട് 2 പിള്ളേർക്കും വേണ്ടി രേണുവിനും അല്ല കിച്ചുവിനും ഇവൻ്റെ പേർക്കാണ് അത് ആ വസ്തു എഴുതി വീടിൻ്റെ എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ നാട്ടുകാർ ഈ സോഷ്യൽ മീഡിയ വഴി ഇതുപോലെ ആക്ഷേപിക്കുമ്പം അത് ഇത് തുറന്ന് അന്നേരം ഞാൻ പിന്നെ കാണാറില്ല എന്തിനാന്ന്. പിന്നെ ഇങ്ങനെയുള്ളത് വന്ന് കഴിയും. പിന്നെ എനിക്ക് പിന്നെ പ്രയാസം എന്ന് പറയുന്നത് ഇത് ഈ ഉണ്ടാക്കി തന്ന ആളുടെ തന്നെ നാവിൽ നിന്ന് നമ്മൾ കേൾക്കുക. ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കുമ്പോഴത്തെ പുള്ളി ഓർത്തു അവർ വന്ന് ഇവിടെ താമസിക്കണം, അങ്ങനെ ഓർത്താണ് ചെയ്തതെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ആന്തരികാർത്ഥം എന്ത് പറഞ്ഞു, അതല്ല പുള്ളി ഓർത്ത് ഇത് ചെയ്തത്. ആന്തരികാർത്ഥം ആന്തരികാവയമൊന്നുമില്ല. ആ വീട് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് കൊല്ലം സുധിയുടെ മക്കളുടെ പേരിലാണ്. കൊല്ലം സുധിയുടെ അമ്മയും, അയാളതാണ് പറഞ്ഞിട്ടുള്ളത്, അമ്മയും ഭാര്യയും 2 മക്കളും താമസിക്കാൻ. പക്ഷേ ഞങ്ങൾ ഈ വീഡിയോ TV മൊബൈൽ യൂട്യൂബ് ചാനലിലൂടെ കണ്ടിരിക്കുന്നത് അവിടെ നീല മുണ്ടെടുത്തിട്ട് അനന്തശയനം പോലെ കിടക്കുന്ന ഏതോ ഒരുത്തൻ, അത് ചേച്ചിയുടെ ഭർത്താവ് ആരാന്നറിയില്ല, ചങ്ങായി ഇങ്ങനെ സുജായി ആയിട്ട് കിടക്കുന്നുണ്ട്. സുജായി ഞങ്ങളെ നാട്ടിൽ വലിയ ആട്യൻ, വലിയ യോഗ്യനായിട്ട് കിടക്കുന്ന ഒരു ചങ്ങാതി. കിച്ചു തുറന്നു നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കയറാൻ തന്നെ പറ്റുന്നില്ല. പകുതി ഡോറ് തുറന്നതിൻ്റെ ഉള്ളിലേക്ക് നോക്കി പോകാനേ അവന് പറ്റിയിട്ടുള്ളൂ. പിന്നെ അപ്പുറത്ത് വേറെ ആൾക്കാർ, ഇപ്പുറത്ത് വേറെ ആൾക്കാർ, തികച്ചും അന്യനായിട്ട്, എന്താ പറയുക, തികച്ചും അന്യനായിട്ട് ഉള്ള ഒരവസ്ഥയിൽ സ്വന്തം വീട്ടിൽ ആ പയ്യൻ മാറി എന്ന് പൊതുജനത്തിന് തോന്നിയ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിൽ ഇടപെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ കിച്ചു പറയട്ടെ, അവൻ കാളഹസ്തിയിലേക്ക് ടൂർ പോയി, അതിനുവേണ്ടി അവൻ ക്യാമറ ഉയർത്തുന്നതിന് പകരം അവൻ പറയുകയാണ്, ഞാൻ ഇന്നലെയും പറഞ്ഞു, അത് വീഡിയോയിൽ പറഞ്ഞു കേട്ടോ, നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല, ഇതെൻ്റെ അമ്മയാണ് രേണു സുധി, എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയെ ഇനി ഒരു വാക്ക് പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെൻറ്റ് സീനൊക്കെ ആക്കി കഴിഞ്ഞാൽ അതല്ലേ നല്ലത്? അല്ല, നല്ലതല്ല, അത് ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഏതായാലും ഇതിൽ കൂടുതലായിട്ട് കാര്യങ്ങൾ ഇയാളെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. അതായത് ഇന്നലെ നിങ്ങൾ എങ്ങനെയാവാം, നാളെ നിങ്ങൾ എങ്ങനെയാവും, പക്ഷെ അതെല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല. അഭിനയം വശമുള്ള ആൾക്കാർക്ക് എങ്ങനെ മാറാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കാരണം പുള്ളിയുടെ ഈ വീഡിയോ കാണുന്ന സമയത്തൊക്കെ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് പെട്ടെന്ന് തോന്നിപ്പോവും, ഇയാൾ ഇത്രയും നല്ല മനുഷ്യനായിരുന്നോ, ശരിക്കും ഫിറോസ് ആണോ കള്ളൻ എന്ന് തോന്നിപ്പോവും. ഇനി എന്തായാലും ഇതുപോലെയാണോ എന്നുള്ളത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലോട്ട് ജസ്റ്റ് പോയി നോക്കാം. വി ആർ ഗോയിങ് ഇൻ ടു ദി കമൻറ്റ് ബോക്സ്. കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കട്ടെ. ഇനിയും തങ്കൻ ചേട്ടൻ്റെ പൊറാട്ട് നാടകം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ചാനൽ എന്തൊക്കെയായിരുന്നു ഇയാൾ വിളിച്ചു പറഞ്ഞത്? എന്തൊരു ഭവ്യത മൂപ്പിലാണ്. ഇന്നലെ എന്തൊരു ചാട്ടമായിരുന്നു. ഇന്നലെ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. കണ്ടോ, മോളേക്കാളും വലിയ അഭിനേതാവാണ് അപ്പൻ എന്നാണ് കമൻ്റ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി രേണു സുധിയുടെ ടോപ്പിക്കുകൾ നമ്മൾ തുടരും. കാരണം എന്താ അറിയോ, മറ്റേ ചാനലുണ്ടല്ലോ നമ്മളെ മറ്റേ ഇന്നലെ ചെയ്തിട്ടുള്ള മീഡിയ മലയാളം അല്ല എക്സ്ട്രീം 1, അതിലൊരു രേണു സുധിയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ചാടിത്തുള്ളി കോമരം തുള്ളിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു കേട്ടു. സംഗതി എന്താണെന്നറിയോ, ബിഗ് ബോസിലേക്ക് സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും വിഷയമല്ല. ഓഗസ്റ്റ് 3-ം തീയതി അതിൻ്റെ ഉള്ളിൽ കയറി കൂടി കഴിഞ്ഞാൽ 100 ദിവസം നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 10 ദിവസം 5 ദിവസം 20 ദിവസം, പക്ഷേ രേണു നിൽക്കൂട്ടോ. എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം രേണുസോ അറിയാതെ പറഞ്ഞു പോയതാ, ക്ഷമിക്കണേ, രേണുവിനെ, രേഷ്മ തങ്കച്ചനെ അല്ലെങ്കിൽ ഒരു 100 ദിവസം അടുപ്പിച്ച് ബിഗ് ബോസ് നിർത്തും. കാരണം ബിഗ് ബോസിന് ഇപ്രാവശ്യം വേണ്ടത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കോംബോ ആണ്. എന്ത് കോംബോ? സർപ്രൈസാണ് കേട്ടോ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ ഇനി അടുത്തൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അടുത്ത മറ്റേ ചാനലിലുള്ള വീഡിയോ കണ്ടതിന് ശേഷം ബാക്കി അതിൽ പറയാം. പറ്റുമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോട്ടെ, ക്ഷമിക്കൂ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഞാനും തന്നെ ഓരോ വീഡിയോയിലും ഓരോ സ്വഭാവമായി മാറാൻ തീരുമാനിച്ചിരിക്കുന്നു ഷാജിയേട്ടാ. കാരണം എന്താ അറിയോ, മൈ ഡിയർ ഷാജിയേട്ടൻ, ഇതുപോലത്തെ ആൾക്കാർ
രാവിലെ ആകുമ്പോഴേക്ക് ഇങ്ങനെ മാറുന്ന ആൾക്കാരുള്ള ഉലകത്തിൽ നമുക്കും പിടിച്ചേക്കണ്ടേ അല്ലേ? അതല്ലേ എൻ്റെ ഒരു മനോഹാരിത.